പ്രിയ കൂട്ടുകാരെ, നമ്മളിന്ന് ദുറൂസുൽ ഇഹ്സാനിലെ മൂന്നാമത്തെ പാഠം വേഷം. എന്താണ് വേഷം? നമ്മുടെ വസ്ത്രവിധാനം, അതാണ് നമ്മുടെ വേഷം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് പാഠഭാഗത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ വായിച്ച് മനസ്സിലാക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഓരോ പോയിന്റുകളായിട്ട്. അപ്പൊ അതൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാം. എന്നിട്ട് നിങ്ങൾ തദ്രിബാത്തിൽ വന്ന കുറച്ച് ചോദ്യങ്ങളുള്ളൂ, അതൊക്കെ എഴുതി നന്നായി മനസ്സിലാക്കി പഠിക്കാം. അപ്പൊ നമുക്കൊന്ന് തദ്രിബാത്ത് ഒന്ന് എഴുതി നോക്കിയാലോ. ഒന്നാമതായിട്ട് ഉത്തരം പറയാനാണ്. ഹുറൈമുൽ അസദിയയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തിയ 2 ശീലങ്ങളേവ? മുടി നീട്ടി വളർത്തുകയും ഉടുമുണ്ട് നിര്യാണിക്ക് താഴെ ഇറക്കി ഉടുക്കുകയും ചെയ്യുന്ന ശീലമാണ് അദ്ദേഹം തിരുത്തിയ 2 ശീലങ്ങൾ. അപ്പൊ അതേതാ? മുടി നീട്ടി വളർത്തുകയും ഉടുമുണ്ട് നിര്യാണിക്ക് താഴെ ഇറക്കി ഉടുക്കുകയും ചെയ്യുന്ന ശീലമാണ് അദ്ദേഹം തിരുത്തിയ 2 ശീലങ്ങൾ. ഇനി അടുത്തത്, തന്റെ വേഷത്തിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതൃപ്തി പ്രകടിപ്പിച്ചത് അറിഞ്ഞപ്പോൾ ഹുറൈം റളിയല്ലാഹു അൻഹു ചെയ്തത് എന്താണ്? എന്താണ് ചെയ്തത്? ഉടനെ ഹുറൈമുൽ അസദിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമാകുന്ന വിധത്തിൽ മുടിയുടെ നീളം കുറക്കുകയും ഉടുമുണ്ട് കയറ്റി ഉടുക്കുകയും ചെയ്തു. അപ്പൊ നമുക്കവിടെ എഴുതി കൊടുക്കാം. ഹുറൈമുൽ അസദിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമാകുന്ന വിധത്തിൽ മുടിയുടെ നീളം കുറക്കുകയും ഉടുമുണ്ട് കയറ്റി ഉടുക്കുകയും ചെയ്തു എന്ന് നമുക്ക് അതിന്റെ ആൻസർ എഴുതി കൊടുക്കാം. അടുത്ത മൂന്നാമത്തെ ചോദ്യം എന്താ വരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഭിച്ച വേഷവിധാനം ഏതാണ്? പുരുഷ വേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീയുടെ വേഷം ധരിക്കുന്ന പുരുഷനെയും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിട്ടുണ്ട്. അതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് എഴുതാം, പുരുഷ വേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിട്ടുണ്ട്. അവർക്ക് സ്വർഗത്തിന്റെ പരിമളം പോലും ലഭിക്കുകയില്ല എന്ന് ഹദീസുകളിലുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കട്ട. അടുത്തത് പിന്നെ പ്രയോഗിക്കാനാണ്. പ്രയോഗിക്കുക എന്നാൽ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരിക, പ്രാവർത്തികമാക്കുക. എന്താണ്? ജുമാക്ക് ധരിക്കാനായി എനിക്കൊരു പ്രത്യേക വസ്ത്രം ഉണ്ടായിരിക്കണം. അതായത് നമുക്ക് ജുമാക്ക് പോവാനായിട്ട് ഒരു പ്രത്യേക വസ്ത്രം, അത് വെള്ള വസ്ത്രമായിരിക്കണം. മനസ്സിലായില്ല? അതാണ് ഇവിടെ പ്രത്യേക വസ്ത്രം എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അത് ജുമാക്ക് പോവാൻ മാത്രമായിട്ട് നമ്മൾ മാറ്റി വെക്കുക. പിന്നെ അവിടെ എന്താണ്? അന്വേഷിക്കാനാണ്. വെള്ള വസ്ത്രത്തിന്റെ ഗുണങ്ങളും പ്രാധാന്യങ്ങളും. വെള്ള വസ്ത്രം, അതിനെ കുറിച്ചിട്ട് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താം. അപ്പൊ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞുതരാം. വസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ള വസ്ത്രമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക, അതാണ് ഏറ്റവും ഉത്തമമായത്. മയ്യിത്തിന് കഫം ചെയ്യേണ്ടതും അതുകൊണ്ട് തന്നെയാണ്. വെള്ള വസ്ത്രത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ജുമാക്ക് പോകുമ്പോൾ വെള്ള വസ്ത്രം ധരിക്കണം. വെള്ള വസ്ത്രമാണ് ആരോഗ്യകരം. അത് വെള്ള വസ്ത്രമായിരിക്കെ മാലിന്യങ്ങൾ വല്ലതും വസ്ത്രത്തിലായാൽ അത് പെട്ടെന്ന് കണ്ടെത്താനാകും. ഇപ്പൊ വെള്ള വസ്ത്രത്തിന്റെ ഗുണങ്ങളും പ്രാധാന്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇതല്ലാതെ തന്നെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നതൊക്കെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക. അപ്പൊ ഇത്രയാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എല്ലാവരും പാഠഭാഗം നന്നായി മനസ്സിലാക്കുക. പഠിച്ചതൊക്കെ നന്നായി ഓർത്തെടുത്ത് ഇപ്പൊ പാഠഭാഗങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. പാഠഭാഗത്തിൽ വസ്ത്രധാരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ വസ്ത്രം എന്നത് നമ്മൾ തലമുടി വൃത്തിയാക്കണം. അത് സ്ത്രീകളാണെങ്കിൽ വെട്ടിക്കളയരുത്, മുടി നീളം കുറയ്ക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പുരുഷന്മാര് ക്രോപ്പ് ചെയ്യുന്നതും നീട്ടുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ അവിടെ മനസ്സിലാക്കി. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ ഇതൊക്കെ ജീവിതത്തിൽ എല്ലാവരും പ്രാവർത്തികമാക്കുക. കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും പറയുന്നതിൽ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കുക. വോയിസ് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.